ഗസയിൽ കൂട്ടക്കൊലകൾ ശക്തമായി തുടരുകയാണ് ഇസ്രായേൽ. കഴിഞ്ഞ 2 ദിവസത്തിൽ 150 ഫലസ്തീനികളെങ്കിലും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വ്യാഴാഴ്ച 77 വെള്ളിയാഴ്ച 73 ആളുകൾ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഔദ്യോഗിക കണക്കുകൾ മാത്രമാണിത്. ആളുകളുടെ എണ്ണം ഇനിയും കൂടാമെന്നും ഔദ്യോഗിക വക്താക്കൾ അറിയിച്ചിട്ടുണ്ട്. കമാൽ അദ്വാൻ ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ഹുസാം അബു സഫിയെ തടങ്കലിൽ വെച്ച ഇസ്രായേൽ നടപടിക്കെതിരെ ആംനസ്റ്റി ഇൻ്റർനാഷണൽ രംഗത്തെത്തിയിട്ടുണ്ട്. ഗസയുടെ ആരോഗ്യമേഖലയെ ഉന്മൂലനം ചെയ്യാനുള്ള ഇസ്രായേലിൻ്റെ ശ്രമങ്ങൾക്ക് വംശഹത്യയുടെ പ്രതീകമാണെന്ന് ആംനസ്റ്റി ഇൻ്റർനാഷണൽ ചൂണ്ടിക്കാട്ടി. ഗസയിലെ 27 ആരോഗ്യ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ 136ലേറെ ആക്രമണങ്ങൾ നടത്തിയതായി UN മനുഷ്യാവകാശ തലവൻ വോൾക്കർ തുർക്ക് പറഞ്ഞു. അതിനിടെ ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഖത്തറിൽ പുരോഗമിക്കുകയാണ്. ഇസ്രായേലിൽ നിന്ന് മൊസാദ് സംഘം ഉടൻ ദോഹയിലെത്തും. ഹമാസ് അംഗീകരിച്ച വെടിനിർത്തൽ കരട് നിർദ്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പല വിഷയങ്ങളിലും ഹമാസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ഗസയിൽ 3 ഘട്ടങ്ങളായുള്ള വെടിനിർത്തലിനാണ് ചർച്ചകൾ നടക്കുന്നത്. ഓരോ ഘട്ടങ്ങളിലും 42 ദിവസം വീതമായിരിക്കും. ആദ്യഘട്ടത്തിൽ തെക്കൻ ഗസയിൽ നിന്ന് ഇസ്രായേൽ സേന പിൻവാങ്ങും. രോഗികളും വൃദ്ധരും സ്ത്രീകളുമായ 33 ബന്ദികളെ ഹമാസ് ഇക്കാലയളവിൽ മോചിപ്പിക്കും. രണ്ടാം ഘട്ടത്തിൽ ഗസയിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായി പിൻവാങ്ങും. ബാക്കിയുള്ള ബന്ദികളെ കൂടി ഹമാസ് ഇക്കാലയളവിൽ വിട്ടു നൽകും. മൂന്നാം ഘട്ടത്തിൽ ഗസയുടെ പുനർനിർമ്മാണം ആരംഭിക്കും. എന്നാൽ ഹമാസ് അംഗീകരിച്ച ഈ കരട് ഇസ്രായേൽ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. ചർച്ചകൾ നടക്കുന്നു എന്നാണ് ഇസ്രായേലിൻ്റെ പ്രതികരണം. 2023 ഒക്ടോബർ 7 മുതൽ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം 50,000-ത്തിനടുത്ത് എത്തിയിരിക്കുകയാണ്. 45,717 ഫലസ്തീനികളാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. 1,08,583 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്.